രാമ 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 രാമ. എങ്ങനെയാണ് അമ്മ അങ്ങനെ തന്നെ മകളും? പറയ് നീ എവിടെ പോയത് കള്ളം പറഞ്ഞിട്ട്? നീ കാരണം എന്റെ മോൻ ഈ അവസ്ഥയിലായത്. മകളുടെ ഒരു നുണ കാരണം അമ്മയുടെ വഞ്ചന ഓർമ്മിപ്പിച്ചു. എന്റെ മോൻ വയ്യാതെ കിടക്കുന്നത് നീ കണ്ടോ? അച്ഛാ, ഐ എം സോറി. ഞാൻ അച്ഛനെ ഒട്ടിയാൻ ആഗ്രഹിച്ചതേ ഇല്ല. അച്ഛനൊരു സർപ്രൈസ് തരാൻ ആഗ്രഹിച്ചേ. IAS ആയി അച്ഛന്റെ ആഗ്രഹം പൂർത്തീകരിക്കാനാണ് ശ്രമിച്ചേ. അച്ഛാ, കള്ളത്തരത്തിന്റെ ലഹരി മയക്കുമരുന്നിനേക്കാൾ മോശമാണ്. ഒരു പ്രാവശ്യം അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി കൂടുതൽ അത് ആസ്വദിക്കാൻ തുടങ്ങും. സ്വന്തക്കാരെയൊക്കെ അപരിചിതരായി കാണാൻ തുടങ്ങും. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ലഹരി എന്റെ തന്നെ വീട്ടിൽ എന്റെ മോൾക്ക് തന്നെ വരുമെന്ന്. അമ്മ, ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ. പുറത്തു പോകാൻ. എന്റെ മോനെ ഒന്ന് വിശ്രമിക്കാൻ അനുവദിക്കേ. എന്താ എന്റെ മോനെ കൊന്നിട്ട് പോവുള്ളോ? ഇറങ്ങി ഇവിടുന്ന്. പോ, ഇറങ്ങിപ്പോ. പപ്പ, ഈ നാടകത്തിന്റെ ഒക്കെ ആവശ്യം എന്താണ്? ചെവിയിൽ പിടിച്ച് ഒരെണ്ണം കൊടുത്താൽ പോരായിരുന്നോ? പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള ധൈര്യം കാണിക്കില്ല. അതുകൊണ്ടാ നീയും ഞാനുമായത്. കത്തി കൊണ്ട് കുത്തേണ്ട സ്ഥാനത്ത് തോക്കുകൊണ്ട് വെടിവെച്ചിട്ട് യാതൊരു കാര്യമില്ല. അവൾക്ക് എന്നോടുള്ള സ്നേഹമുണ്ടല്ലോ, അതാണ് എന്റെ ഏറ്റവും വലിയ ആയുധം. IAS അവൻ പോയിരിക്കുന്നു. ആ പാവത്തിന് ഇതുപോലും അറിയില്ല ഗുലാബ് സിംഗിന്റെ ഡിക്ഷണറിയിൽ IASന് ഒരർത്ഥമേ ഉള്ളൂ. അത് ഞാനാണ് സകലതും. വളരെ വലിയ തെറ്റ് സംഭവിച്ചു ഏട്ടത്തി. ഇനി മുതൽ അച്ഛന്റെ സമ്മതമില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. അച്ഛനെ ഇനി വേദനിപ്പിക്കുകയില്ല. കള്ളത്തരവും ഞാൻ പറയില്ല. പാവക്കുട്ടി, പാവക്കുട്ടി, നിനക്കറിയാമോ ഞാൻ എന്തിനാണ് എപ്പോഴും ഇഷയെ പാവക്കുട്ടി എന്ന് വിളിക്കുന്നത്? അറിയാമോ? കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് അവളെപ്പോഴും ഒരു പാവക്കുട്ടിയായിട്ടിരിക്കാനാ. അതിന്റെ റിമോട്ട് എന്റെ കൈകളിൽ തന്നെ ഉണ്ടാകണം. ആ എപ്പോഴാണോ ഞാൻ ചിരിക്കാൻ പറയുന്നത് അപ്പോൾ ചിരിക്കണം. എപ്പോഴാണോ കരയാൻ പറയുന്നത് കരയണം. മനോഹരം. ഞാനൊന്നും പറയാത്തപ്പോ ഒരക്ഷരം മിണ്ടാതെ നിന്റെ വായ അടച്ചു പിടിച്ച് ഒരു മൂലക്കിരുന്നോണം. ഇത് ഓർത്തിരുന്നുള്ളൂ പാവക്കുട്ടി. നിന്റെ കരച്ചിൽ, ചിരി, നടത്തം, കിടത്തം, എണീക്കൽ, ഇരിക്കൽ, ഇതെല്ലാം എന്റെ കൈകളിലാ. അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ശ്വാസമുള്ള അത്രയും നാൾ നിനക്ക് നിന്റെ ഇഷ്ടപ്രകാരം ശ്വാസം എടുക്കാൻ സാധിക്കില്ല. അനിയ, നീ വന്നോ? ഞാൻ ചായ എടുക്കട്ടെ. നോക്ക് ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നു. എവിടെ? എന്റെ കൃഷ്ണ, എന്റെ ഭഗവാനെ, ഇത് പിടിക്കേ.
നന്നായി അദ്ദേഹം വീട്ടിലില്ലാത്തത്. അല്ലെങ്കിൽ ഈ പാവത്തിന് വീണ്ടും കുറെ വഴക്ക് കേൾക്കേണ്ടി വന്നനെ. പോലീസിനേക്കാൾ കൂടുതൽ ഉപദ്രവിച്ചേനെ. എന്റെ സൂരജ് ഇത്രയും മുറിവ് പറ്റിയോ? വന്നേ, വീട്ടിൽ വന്നേ. ചേട്ടാ, ചേട്ടന്റെ കൈ ഇങ്ങനെ മുറിഞ്ഞ. നിക്ക്, അവൻ കുറച്ചു നേരം ഇരിക്കട്ടെ. മോനെ, ആ പോലീസുകാരൻ നിന്നെ ഒന്നും ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ലല്ലോ? ഇല്ല വല്യമ്മേ, വല്യമ്മയുടെ സൂരജിനെ അവരൊന്നും തൊട്ടുപോലും നോവിച്ചില്ല. നിക്ക്, നിനക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. മാമൻ പറഞ്ഞത് ഇപ്രാവശ്യം പോലീസ് ഏട്ടനെ പെട്ടെന്ന് വിടുമെന്നാണല്ലോ. UPSC IAS എക്സാമിന്റെ ചീറ്റിങ്ങിനാണ് ഏട്ടൻ കൂടെ നിന്നത്. ഇത്തവണ എനിക്ക് ഭർത്താവിന്റെ വീട്ടിൽ അധികം നിൽക്കേണ്ടി വരും. ഗുലാബ് സിംഗ് അങ്ങൾ എന്തായാലും മുകളിൽ നിന്ന് ആരെയും കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? ഇല്ലെന്നേ, ഇത്രയും ചെറിയ കാര്യത്തിന് മാമനെ എന്തിനാ ശല്യപ്പെടുത്തുന്നത്? പക്ഷെ ചേട്ടാ, ചേട്ടൻ എങ്ങനെ പോലീസ് ഇത്രയും പെട്ടെന്ന് വിട്ടത്? അയ്യ, ആര് പറഞ്ഞു എളുപ്പത്തിലാണെന്ന്? അവരെ ഞാൻ നിയമപുസ്തകം മുഴുവൻ പഠിപ്പിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു CRPCയുടെ സെക്ഷൻ 57 പ്രകാരം കുറ്റം ചെയ്യാത്ത ഒരാളെയും 2 മണിക്കൂർ കൂടുതൽ ലോക്കപ്പിലിടാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ പോലീസിനെതിരെ ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാൻ കഴിയും. അത്രേ ഉള്ളൂ. കൃത്യം 2 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ലോക്കപ്പ് തുറന്ന് ബഹുമാനത്തോടെ എന്നെ പുറത്തിറക്കി. ദാറ്റ്സ് ഇറ്റ്. വെരി സ്മാർട്ട് അല്ലേ? പക്ഷെ ഏട്ടൻ ഇങ്ങനെ നിയമത്തെ കുറിച്ചൊക്കെ ഇത്ര നന്നായിട്ട് അറിയാം. എനിക്ക് ക്രൈമിൽ PhD ഒക്കെ ഉള്ളതല്ലേ? PhD? നോക്ക്, ആദ്യത്തെ പ്രാവശ്യം അകത്ത് പോയപ്പോൾ ഗ്രാജുവേഷൻ, രണ്ടാമത്തെ പ്രാവശ്യം അകത്ത് പോയപ്പോൾ മാസ്റ്റേഴ്സ്, പിന്നെ വീണ്ടും വീണ്ടും അകത്ത് പോയപ്പോൾ PhD. നിന്റെ ചേട്ടൻ നിയമം തെറ്റിച്ച് ഉള്ള നിയമങ്ങളെല്ലാം ഒറ്റയടിക്ക് പഠിച്ചു കഴിഞ്ഞു. അല്ല, ഞാൻ വിചാരിക്കുന്നതേ പാർട്ട് ടൈമായി വക്കീലായിട്ട് അങ്ങ് പ്രാക്ടീസ് ചെയ്താലോന്നാ. എന്താ അഭിപ്രായം? വലിമേ, നീ ആദ്യം ഇത് പറ മോനെ. നിനക്കെതിരെ കംപ്ലൈന്റ് ചെയ്തത് ആരാ? അതാദ്യം പറയേ. പറയടാ. അതെ വല്യമ്മേ, അതൊക്കെ വിട്. ആദ്യം വല്യമ്മ ഇത് പറ, ഇപ്പോഴും ഇവിടെ നിൽക്കുന്ന എന്താ? വല്യമ്മ ജോലിക്ക് പോകുന്നില്ലേ? അമ്മയെ വഴക്ക് പറഞ്ഞ് 4 ദിവസത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുക അവരുടെ റാണിയായ മകള്. സത്യമായിട്ട് ഞാൻ പറയോ, കുട്ടികളുടെ കല്യാണത്തെ പറ്റി ഓർത്തില്ലായിരുന്നെങ്കിൽ ആ നശിച്ചവന്റെ ജോലി വിട്ടിട്ട് എപ്പോഴേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. ഇപ്പോഴുണ്ടല്ലോ, അവൻ എന്റെ മുന്നിൽ വരുമ്പോഴേ എനിക്ക് 2 എണ്ണം കൊടുക്കാനാ തോന്നുന്നത്. ഇങ്ങനെ 2 എണ്ണം വെച്ച് 200 അടി കൊടുത്തു കഴിഞ്ഞു സ്വപ്നത്തില്. അമ്മയുണ്ടായിരുന്നെങ്കിൽ സംസ്കാരം പഠിപ്പിക്കായിരുന്നു. അമ്മയില്ല, അപ്പൊ ശരിക്കുള്ള സ്വഭാവം കാണിക്കാലോ. ഇത് നോക്ക്, നിനക്ക് ഇഷ്ടമുള്ള ചപ്പാത്തിയും കറിയാ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നെ. കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. എന്റെ വല്യമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് എന്താണ് ഇതുവരെ നന്നാവാതെ ഇരുന്നിട്ടുള്ളത്? സൂപ്പർ ആയിരിക്കും. കൊള്ളാം 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 കൊള്ളാം. വിരുന്ന് നടക്കുകയാണല്ലോ. ചേട്ടത്തെ നന്നായിട്ട് വിളമ്പി കൊടുക്ക്. വളരെ വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയല്ലേ ഇദ്ദേഹം? ഇതെന്താ, വെറും ചപ്പാത്തിയും കറിയും മാത്രമോ? ഇത്രയുള്ളോ? കുറച്ചുകൂടെ കട്ടിയുള്ള എന്തെങ്കിലും കൊടുക്കാൻ പാടില്ലായിരുന്നോ? അറിയില്ലല്ലോ, ജയിലിൽ ചായയോ വെള്ളമോ മറ്റെന്തെങ്കിലും ഒക്കെ ചോദിച്ചു എന്ന്. അനിയ, അവനെ സമാധാനത്തോടെ ആഹാരം കഴിക്കാൻ അനുവദിക്കേ. എന്ത് പറയാനുണ്ടെങ്കിലും പിന്നീട് പറയാം, എന്നാലല്ലേ അവൻ കേൾക്കൂ. പുറത്തുള്ളവർ പറയുന്നത് കേട്ട് ശീലിച്ചവൻ വീടിനകത്തുള്ളവർ പറയുന്നത് എന്തിനു കേൾക്കണം? ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്തതല്ല ഈ കാര്യങ്ങളൊന്നും. ശരിയാ, എനിക്കിപ്പോഴാ ഓർമ്മ വന്നത്. ഞാൻ തന്നെയല്ലേ താങ്കൾക്ക് കുറി തൊട്ട് ആരതി ഒഴിഞ്ഞ് കൈകൂപ്പി പ്രാർത്ഥിച്ചത്? നല്ലത് ഭവിക്കട്ടെ, ചെല്ല്. പോയി ഗുണ്ടായിസം കാണിക്കുന്ന, ആരുടെയെങ്കിലും ഒക്കെ തലയെടുക്കുന്ന, കുടുംബത്തിന്റെ പേരുയർത്തുന്ന. നിനക്ക് നാണമില്ലേ? നിനക്ക് നാണമായില്ലേ കുട്ടികളെ ചതിക്കാൻ സഹായിച്ചപ്പോ? എന്തു വിചാരിക്കും നാട്ടുകാര്? എന്തു പറയും? അച്ഛൻ നല്ല ശീലങ്ങൾ പഠിപ്പിച്ചില്ല, സംസ്കാരം പഠിപ്പിച്ചില്ല, അതുകൊണ്ടാണ് ഇവൻ. ഒരാൾക്ക് കിട്ടുന്ന ജോലിയിലെ അയാൾക്ക് ചെയ്യാൻ നീ കഴിയും. ഇതിന്റെ ഇടയിൽ കയറി സംസാരിക്കണ്ട. മോനെ സൂരജ്, അതെ, ഒന്ന് നിൽക്കൂ. ആരെങ്കിലും ഒന്ന് പിടിച്ച് നിർത്തുവനെ. കഴിക്കാൻ കൊടുത്തില്ലെങ്കിൽ 4 പേരുടെ തല അടിച്ചു പൊട്ടിക്കാൻ എങ്ങനെ ശക്തി കിട്ടും? മോനെ സൂരജ്, ആഹാരം കഴിച്ചിട്ട് പോ. എന്റെ വയറ് നിറഞ്ഞു വല്യമ്മേ. നിന്നെ പോലൊരു സ്റ്റുഡന്റ് ഈ കോളേജിനും നിന്റെ അച്ഛനമ്മമാർക്ക് മാത്രമല്ല ഈ രാജ്യത്തിന് തന്നെ കളങ്കമാണ്.